ന ന ന കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം 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 ന ന ന. നമസ്കാരം. വായ്ത്താരിയുടെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്, അറിയാൻ പോകുന്നത് പനമണ്ണ ശശി, കലാമണ്ഡലം ശശി, കോട്ടക്കൽ ശശി എന്ന ഇത്യാദി വിവിധ പേരിൽ അറിയേണ്ടുന്ന ശശിയെക്കുറിച്ചാണ്. അദ്ദേഹം കലാമണ്ഡലത്തിൽ അഭ്യസനം നടത്തിയിട്ടുണ്ട്. കോട്ടക്കൽ PSV നാട്യസംഘത്തിൽ അഭ്യസനം നടത്തിയിട്ടുണ്ട്. സ്വതന്ത്രമായി കലാപ്രവർത്തനം ചെയ്ത് തായമ്പക, മേളം എന്നിവ അവതരിപ്പിച്ച് അല്ലെങ്കിൽ പഞ്ചവാദ്യത്തിൽ ഇടയ്ക്ക, കഥകളി ചെണ്ട എന്നീ ബഹുമുഖമായ പ്രതിഭയുള്ള ശശി സ്വതന്ത്രമായ കലാപ്രവർത്തനം ചെയ്തുകൊണ്ട് പനമണ്ണ ശശി എന്ന പേരിൽ കൂടുതൽ അറിയുന്നു. അദ്ദേഹത്തിൻ്റെ തായമ്പക വളരെ സവിശേഷത ഉള്ളതാണ്. പഞ്ചവാദ്യത്തിൽ ഇടയ്ക്ക വളരെ സുന്ദരമായി കൈകാര്യം ചെയ്യാൻ അറിയുന്ന വ്യക്തിയാണ്. മേളങ്ങൾ അതിവിദഗ്ധമായി നടത്തുന്ന കലാകാരനാണ്. തായമ്പയ്ക്ക് തൻ്റേതായ ഒരു ശൈലി രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹം വിജയിച്ച ഒരു കലാകാരനാണ്. എങ്ങനെയും ആ പനമണ്ണ ശശിയുടെ ജീവിത കലാപ്രവർത്തനങ്ങൾ ആണ് നമുക്ക് അറിയാൻ പോകുന്നത്. അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് വെള്ളിനഴി സ്വദേശി തന്നെയായ രാമൻകുട്ടി മാഷ്. ഞങ്ങളൊക്കെ സ്നേഹപൂർവ്വം രാമൻകുട്ടി മാഷ് എന്ന് വിളിക്കും. അദ്ദേഹം വെള്ളിനഴി സ്കൂളിലെ ഹെഡ് മാസ്റ്ററായിരുന്നു. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്, അല്ലെങ്കിൽ അത്ര ഗാഢമായി അറിയുന്നത് മട്ടന്നൂർ ശങ്കരേട്ടൻ്റെ ഷഷ്ടിപൂർത്തിയോടനുബന്ധിച്ചുള്ള പരിപാടി മുതലാണ്. അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പൊതുപ്രവർത്തനങ്ങൾ എല്ലാം വളരെ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്ന്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതികൾ, അദ്ദേഹത്തിൻ്റെ സ്കൂൾ പ്രവർത്തനങ്ങൾ എനിക്കത് അറിയാൻ അത്ര കണ്ട് സാധിച്ചിട്ടില്ല. പക്ഷേ ആ സ്കൂൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആവണം ഒരു സ്കൂൾ എന്ന്, സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിൽ എന്ന് നമുക്ക് തോന്നിപ്പോകും. അല്ലെങ്കിൽ സാംസ്കാരിക പ്രവർത്തനങ്ങൾ, പൊതുപ്രവർത്തനങ്ങളിൽ എങ്ങനെ ഒരു സ്കൂളിൽ നിന്ന് ആരംഭിക്കാം എന്നുള്ളതിൻ്റെ മാതൃകയാണ് അദ്ദേഹം ജോലി ചെയ്തിരുന്ന വെള്ളിനഴി സ്കൂൾ. അദ്ദേഹത്തിൻ്റെ സംസാര രീതികൾ വളരെ വ്യത്യസ്തമാണ്. ആരെയും ആകർഷിക്കുന്ന ശബ്ദത്തിനുടമ, ആശയങ്ങൾക്കുടമ, ഇതൊക്കെയാണ് രാമൻകുട്ടി മാഷുള്ളത്. ഞാൻ ദീർഘനേരം അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. എങ്ങനെയും നമുക്ക് അത് അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകാവുന്നതാണ്. അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞാനിതൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹത്തെ അറിയുന്ന ധാരാളം വ്യക്തികൾ വെള്ളിനഴി, ചെർപ്പശ്ശേരി, പാലക്കാട് മാത്രമല്ല കേരളത്തിൽ ഇങ്ങോളം ഉണ്ട് എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. എങ്ങനെയും ഈ രണ്ട് വ്യക്തികൾ, പനമണ്ണ ശശി എന്ന തായമ്പക കലാകാരൻ, വിദഗ്ധനായ ചെണ്ടകലാകാരൻ, രാമൻകുട്ടി മാഷ് എന്ന സഹൃദയനായ വാഗ്മി, ഈ രണ്ടുപേരുടെയും വർത്തമാനത്തിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നമുക്ക് അവരുടെ വർത്തമാനങ്ങൾ കേൾക്കാം. വായ്ത്താരിയുടെ പുതിയ അധ്യായം. നമസ്കാരം. പനമണ്ണ ശശിയുടെ വ്യക്തി എന്ന നിലയ്ക്കുള്ള ജീവിതം, അതിൻ്റെ ഒരു പാരമ്പര്യം, പശ്ചാത്തലം, തായമ്പകയുടെ രംഗത്തും ചെണ്ട ഉപയോഗിച്ച് കേരളത്തിൽ നടപ്പുള്ള മേഖലകളിലാകെയുള്ള അനുഭവത്തിൻ്റെയും വൈദഗ്ധ്യത്തിൻ്റെയും കാര്യത്തിലും, അതോടൊപ്പം ഇന്നത്തെ വാദ്യമേഖലയിൽ ഇടപെടുന്നതിൻ്റെ അനുഭവത്തെ സംബന്ധിച്ചും, ഭാവിയിൽ ചെണ്ടവാദനത്തിൻ്റെ മേഖലയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് ഒരു നിരീക്ഷണം ഉണ്ടാവുമല്ലോ.
ആ നിരീക്ഷണവും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വ്യക്തി എന്ന നിലയിലും കലാകാരൻ എന്ന നിലയിലും ആ രണ്ട് നിലയിലും സ്ഥാനപ്പെട്ട് നിൽക്കുന്നതിൻ്റെ ഒരു സമഗ്ര ചിത്രം കിട്ടാനുള്ള ഒരു വർത്തമാനം പറച്ചിലാണ് നമ്മൾ തമ്മിൽ അല്പനേരം നടത്താൻ ആഗ്രഹിക്കുന്നത്. നമുക്കതിലേക്ക് പ്രവേശിക്കാമെന്ന് തോന്നുന്നു. തീർച്ചയായും. ശരി. ഈ മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, പനമണ്ണ അപ്പു പൊതുവാൾ ആണല്ലോ പിതാവ്. അച്ഛൻ വാദ്യപാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലാണ് ജനനം എന്നറിയുന്നുണ്ട്. അപ്പോൾ ബാല്യകാലം, പൊതുവായ വിദ്യാഭ്യാസം അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ടാവും. അതോടൊപ്പം പാരമ്പര്യമായി കുടുംബത്തിൽ നിന്നുള്ള കലാപഠനവും ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ അതേക്കുറിച്ചൊക്കെ ഒന്ന് വിശദമായി പറയാമോ? പറയാം. പാരമ്പര്യമായിട്ട് കൊട്ടും പാരമ്പര്യമായിട്ട് ക്ഷേത്രത്തിലെ അടിയന്തര വാദ്യം അതുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ് ഞാൻ. അച്ഛനായാലും അമ്മയുടെ വീടായാലും ഇത് അതിൻ്റെ പുറമെ ക്ഷേത്ര കഴകമുണ്ട്, മാലക്കഴകവും അങ്ങനെയുള്ളതും. ഞങ്ങൾക്ക് എൻ്റെ ജനനം കിള്ളിക്കുറിശിമംഗലത്താണ്. എൻ്റെ അമ്മയുടെ വീടായിട്ടുള്ള കോപ്പാട്ട പുതുവാട്ടിൽ എന്ന് പറഞ്ഞ് കിള്ളിക്കുറിശിമംഗലത്താണ് എൻ്റെ ജനനം. കലക്കത്ത വീടിൻ്റെ തൊട്ട് കലക്കത്ത് കുഞ്ചൻ നമ്പ്യാരെ വീടിൻ്റെ തൊട്ട് അതാണ് ഇപ്പോൾ തറവാട്. പിന്നെ കാലത്തിൻ്റെ അനുസരിച്ചിട്ടുള്ള പാർട്ടീഷനൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഒരു കുടുംബം പനമണ്ണയ്ക്ക് അച്ഛൻ്റെയും അതും ഇതന്നെ പേര്, ഈ കോപ്പാട്ടയിൽ തന്നെ പേര്. അപ്പോൾ ബന്ധുക്കളുമായിരുന്നു ഈ കല്യാണം. അങ്ങനെ പനമണ്ണയ്ക്ക് വരിക. പനമണ്ണയിലാണെങ്കിൽ അമ്പലത്തിൽ 3 നേരം ശിവരി പൂജകളൊക്കെ ഇടയ്ക്കയിലാണ്. അങ്ങനെ വീട്ടിൽ അടിയന്തരത്തിന് അങ്ങനെ കുട്ടിനോടാണ് എനിക്ക് അധികം താല്പര്യവും. അപ്പോൾ സ്കൂളിലേക്ക് തന്നെ ഈ അമ്പലത്തിലത്തെ കാര്യം കഴിഞ്ഞിട്ടാണ്. സ്കൂൾ പനമണ്ണ സ്കൂൾ തന്നെ. പനമണ്ണ ആദ്യം LP സ്കൂള്, കയറാട്ട് LP സ്കൂള്, പനമണ്ണ UP സ്കൂള്, പിന്നെ അനങ്ങാടി, അങ്ങനെ SLC വരെ നിർബന്ധത്തിനൊക്കെ വഴങ്ങിയിട്ട് എത്തിയിട്ടുണ്ട് ഞാൻ. ഈ ശിവലി കഴിഞ്ഞപ്പോഴും എത്താൻ പിരീഡൊക്കെ പകുതിയുണ്ടാവും. അപ്പോൾ അന്നത്തെ ഈ കുറേശ്ശെ അങ്ങനെ ഈ പുതുവാൾ എന്നൊക്കെ വിളിക്കുമ്പോഴും ഇല്ലെങ്കിൽ അങ്ങനെ അത് കേൾക്കാണ്ടിരിക്കുക. ചിലപ്പോൾ വീട്ടിൽ നിന്ന് പോരും, സ്കൂളിലേക്ക് എത്തൂല. അങ്ങനെയൊക്കെ അങ്ങനെ കുറച്ച്, എന്നാലും SLC വരെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ചെണ്ട തായമ്പക പഠിക്കാൻ ഒരു മോഹം പറഞ്ഞപ്പോൾ അച്ഛൻ സമ്മതിച്ചു. അച്ഛന് നല്ല ശുണ്ടിയുള്ള ആളാണ്. അപ്പോൾ അച്ഛൻ അങ്ങനെ എന്നെ ഒരു 3-4 മാസം കൊണ്ട് തായമ്പ കൊട്ടാറാക്കി. 77 പനമണ്ണ അമ്പലത്തിൽ വെച്ചിട്ടാണ് എൻ്റെ തായമ്പകയുടെ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം, സാമൂതിരിയുടെ ക്ഷേത്രമാണ്. ഈ കൊട്ടാറാവണേൻ്റെ മുന്നേ തന്നെ അമ്പലത്തിലത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇതിനോടുള്ള താല്പര്യം, ക്ഷേത്ര ശിവലി മേളം, രാവിലെ ഒരു കുറച്ച് പ്രതീക്ഷ വയ്ക്കുമ്പോഴത്തേന് അടന്ന മേളമുണ്ട്, അത് നടന്നുകൊണ്ടാണ് കൊട്ടുക. അപ്പോൾ അത് പിന്നെ ഈ ഇത്രയും പൂജ ഇടയ്ക്കാണ് അതിൽ കൊട്ടുക. അപ്പം അതിലൊരു സാധകം ചെയ്യായിട്ട് വീട്ടിൽ നിന്ന് അങ്ങനെയൊക്കെ വേണ്ടി വന്നിട്ടില്ല. പിന്നെ അങ്ങനെ തായമ്പക അരങ്ങേറ്റം 77 പനമണ്ണ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തിൽ വെച്ച് നടന്നു. അപ്പോൾ എത്ര വയസ്സായിട്ടുണ്ടാവും? ജനനം 64. 13-ാം വയസ്സിൽ. അതിൻ്റെ ശേഷം സ്കൂളിൽ പഠിക്കുമ്പോൾ അനങ്ങാടി സ്കൂളിൽ നിന്ന് ഈ സ്റ്റേറ്റ് കലോത്സവത്തിന് എൻ്റെ കൃത്യമായിട്ടുള്ള ഓർമ്മ 21ാമത്തെ സ്റ്റേറ്റ് കലോത്സവമാണ്. അതിൽ വിക്ടോറിയ കോളേജിൽ വെച്ചിട്ടാണ്. അന്ന് തായമ്പയ്ക്ക് 4 ആളായി വന്നിട്ടുള്ളൂ. ഒരു 2-3 മദ്ദളമുണ്ട്. കാരണം മലപ്പുറം, പാലക്കാട് അല്ലെങ്കിൽ തൃശ്ശൂർ അങ്ങനെയുള്ള സ്ഥലത്തു നിന്നേ ഉള്ളൂ. അല്ലാത്ത സ്ഥലത്തുങ്ങളിൽ നിന്നും തായമ്പയ്ക്കാരും മത്സരിക്കാറില്ല. മദ്ദളത്തിനും അതേമാതിരി ചില സ്ഥലത്തൊക്കെ ഉണ്ട്. പുതുവാളാശാൻ ജഡ്ജിമെൻറ്റ്, അപ്പൂട്ടിപ്പാളാശാൻ, പുതുവാളാശാൻ, വാരണാസി അവരൊക്കെയാണ് അന്ന് ജഡ്ജിമെൻറ്റ്. അന്ന് ഞാൻ ഈ കലാമണ്ഡലമൊന്നായിട്ട് യാതൊരു ബന്ധമില്ല. അച്ഛനൊക്കെ ആയിട്ട് പരിചയവും കുടുംബപരമായിട്ടുള്ളൊരു ഇതുണ്ട്. അങ്ങനെ ആ സ്റ്റേറ്റ് കലോത്സവത്തിന് ഫസ്റ്റ് കിട്ടി. അങ്ങനെയാണ് പനങ്ങാടി സ്കൂളിലേക്ക് ആദ്യമായിട്ടൊരു
സ്റ്റേറ്റ് ലെവലിൽ ഇത് കിട്ടണതും എൻ്റെ വികൃതിയൊക്കെ നിൽക്കണതും. സ്കൂളിൻ്റെ ഒരു സ്റ്റാറായി. അതെ, ഈ അധികം അസംബ്ലിയിൽ വിളിച്ചു വരുത്തുക ഈ വല്ല വികൃതിയൊക്കെ കാണിച്ചതിൻ്റെ പേരില്ല. അന്ന് അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചോട് കൂടിയിട്ട് ഇത് പിന്നെ വികൃതി അടിക്കാൻ പറ്റാത്ത ആളായി ഞാൻ. ഇവിടുത്തെ സ്റ്റാറാകൊണ്ട് വികൃതി അടിക്കാൻ വയ്യല്ലോ. അങ്ങനെ SLC കഴിഞ്ഞ് ഒരു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പൂക്കാട്ടിരി രാമപൊതുവാൾ, നമ്മുടെ പൂക്കാട്ടിരി ദിവാരേൻ്റെ അമ്മാവനായിട്ടുള്ള പൂക്കാട്ടിരി രാമപൊതുവാൾ അച്ഛനൊക്കെ ആയിട്ട് വളരെ അടുപ്പാണ്. പിന്നെ വീട്ടിലത്തെ ഒരു അന്നത്തെ സാഹചര്യം എല്ലാവർക്കും ആ കാലഘട്ടത്തിൽ ആരോട് ചോദിച്ചാലും അന്ന് പട്ടിണിയാണ്, പരിവട്ടമാണ്, ദാരിദ്ര്യമാണ് എന്നൊക്കെ എല്ലാവർക്കും പറയാം. ഓരോ അതേമാതിരി തന്നെ ഇന്ത്യയും സ്ഥിതി. അപ്പോൾ അച്ഛൻ ഇങ്ങനെ രാമപാളി ഇവനെ ഒന്ന് അപ്പം ആയിക്കോട്ടെ. അപ്പോൾ രാമേട്ടൻ ഈ ആശാൻ മങ്കട പുന്നപ്പുഴ മന്നയിലൊരു നമ്പൂരിക്കുട്ടീനെ പഠിപ്പിക്കുന്നുണ്ട്, എന്തായാലും എന്നാൽ അവിടേക്ക് വിട്ടോളൂ, ഇയാളെ തന്നെയുള്ളൂ. രണ്ടു കാര്യമുണ്ട്, അദ്ദേഹത്തിന് ശുണ്ടി മോശമൊന്നുമില്ല. പിന്നെ ഇല്ലത്താകുമ്പോൾ അവിടുത്തെ ഉണ്ണീനെ കഴിഞ്ഞ് എന്തായാലും അതിലൊരു ബാക്കി ഇതൊക്കെ മേടിക്കാൻ വേണ്ടി ഞാനും പുറപ്പെട്ടു പോയി. അവിടുത്തെ ഒരു സ്വന്തമായി ഞങ്ങൾ പുന്നപ്പുഴ രാമനാഥൻ്റെ ഒപ്പമായിരുന്നു ആ കാലത്തെ പഠനം. അയാളുടെ അരങ്ങേറ്റം കഴിച്ച് ഒരു 6-7 മാസം ആശാൻ ഈ കൂടി. ആ സമയത്താണ് എന്നെ ഈ ചമ്പക്കൂറും അച്ഛൻ പഠിപ്പിച്ചതിൻ്റെ ശേഷം ചമ്പക്കൂറ് ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ മാറ്റങ്ങളൊക്കെ ഒഴിവ് സമയം. കാരണം ഈ ആൾ സ്കൂളിൽ പോയാൽ പിന്നെ ഞാനും അതിന് മൂപ്പർ കാണുമ്പോൾ ഉറക്കമൊക്കെ കഷ്ടിയാണ്. അദ്ദേഹം അധ്യാപകനായിരുന്നു അവിടെ മനക്കിൽ. അപ്പോൾ ഈ കുട്ടി രാമനാഥ സ്കൂളിൽ പോകും, എനിക്ക് വേറെ എവിടേക്കും പോകാനും ഇല്ലല്ലോ, മൂപ്പരും എവിടേക്കും പോവില്ല. അപ്പോൾ ഉള്ള സമയമൊക്കെ അധികം പഠിപ്പിച്ചിട്ടും സംശയങ്ങൾ പറഞ്ഞു തന്നിട്ടും കുട്ടി കാണിച്ചിട്ടും കുട്ടി അങ്ങനെ രീതി അതന്നെ. അങ്ങനെ അത് കഴിഞ്ഞ് വന്നു. അപ്പോൾ എൻ്റെ അച്ഛന് ഭയങ്കര കളിക്കൂട്ടിന് പോകാം. എനിക്കില്ല എന്നല്ല, പക്ഷെ അച്ഛൻ്റെ അത്ര ഇല്ല എനിക്ക് ഈ അമ്പലത്തിൻ്റെ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ അതൊരു അങ്ങനെയാണ് ഞാൻ ഇത് അത്ര അധികം മനസ്സറിഞ്ഞിട്ട് എൻ്റെ ഉള്ളിൽ തട്ടിയിട്ടില്ല. ആദ്യം തന്നെ എനിക്ക് തായമ്പക കാണുമ്പോൾ ശിവരാമൻ പൊളാശാൻ, കുഞ്ഞുകൃഷ്ണൻ, കേശവേട്ടൻ, ഇവരൊക്കെ കൊട്ടിൻ്റെ സ്റ്റാർ, ഇങ്ങനെ അപ്പുമാരാർ, ഇവരുടെ തായമ്പക കാണുക. ഇത് കഥകളി എൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ ഈ ഫീൽഡായിട്ട് അങ്ങനെ ഞാൻ അതിനോട് കൂടിയിട്ട് അങ്ങനെ ഇടപഴകിയിട്ടുമില്ല. അതിനുള്ളൊരു സാഹചര്യം ഇല്ലാത്തൊരു ഇതിലല്ലേ. അപ്പോൾ വലിയൊരു ഉത്സവകാലത്തോട്ടൊരു കളി വരും, കോട്ടക്കലിൻ്റെ ട്രൂപ്പിൻ്റെ കുട്ടന്മാരാശാനൊക്കെ ഉള്ള കാലത്ത്. അങ്ങനെയൊക്കെയുള്ളൊരു ഇതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛൻ കലാമണ്ഡലത്തിൽ ചേർക്കാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടു. അത് അതിന് ചേർക്കാനുള്ള കാരണം ആ കാലത്തെ ഈ സമ്മർ കോഴ്സിൽ അല്ല ഈ സ്റ്റേറ്റ് യുവജനോത്സവത്തിന് ഫസ്റ്റ് കിട്ടിയവർക്ക് കലാമണ്ഡലം ഒരു മാസം ഒരു സമ്മർ കോഴ്സ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടായിരുന്നു ആ കാലത്ത്, അവധി. അതെ. ആ സമയത്ത് ഞാൻ അവിടെ ചെന്നിട്ട് ഈ കഥകളിക്ക് അത് ഉത്തരൻ്റെ ഭാഗം എന്നെ വിജയേട്ടനാണ് പഠിപ്പിച്ചിരുന്നത്, കലാമണ്ഡലം വിജയേഷൻ. അത് പുതുവളാശാൻ്റെ മകൻ. അന്ന് അങ്ങനെ ഓരോ അത് ഞാൻ ഈ ഒരു മാസം കൊണ്ട് എന്തായാലും അത് കൊട്ടി. അപ്പോൾ അതിൻ്റെ ഗൗരവം അതെന്താ അങ്ങനെ പഠിപ്പിച്ചങ്ങനെ അതൊരു കൊട്ടല്ല. എൻ്റെ ഉള്ളിലൊന്നും വേശിയിട്ടില്ല, ഒരു ഇത് വന്നിട്ടില്ല. കഥകളിക്കൊട്ടിൻ്റെ ഒരു മഹത്വം അല്ലെങ്കിൽ അതെന്തായാലും മനസ്സിലാക്കാനുള്ളതൊന്നും ഈ ഒരു മാസം ഉണ്ടായിരുന്നു. അതൊന്നും മനസ്സിലാക്കിയിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് വന്ന് ആ കൊല്ലത്തിൽ കഥകളിക്ക് കുട്ടികളെ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അച്ഛനും ഈ കഥകളിക്കൂട്ട് എനിക്കോ പറ്റിയില്ല, അച്ഛന് പറ്റാത്തതിൻ്റെ ഒരു ബാക്കി ഭാഗം എന്നെയും കൂടി. അപ്പോൾ ഞാനും സമ്മതിച്ചു. ഞാൻ ഒരു മാസം ഇപ്പോൾ അവിടെ കൂട്ടിയിട്ട് വലിയ കഥകളിയുടെയൊക്കെ ഒരു ഇതായിട്ടുള്ള മാതിരി അവിടെ ചെന്ന് ഇപ്പോൾ അച്ചുണ്ണി പൊളാശുണ്ട്, പുതുവളാശം 15 വയസ്സാവും ഏകദേശം. 15 SLC കഴിഞ്ഞു. അങ്ങനെ എവിടെ പോയാലും കിട്ടാൻ ഒക്കെ കുറേശ്ശെ കുടുംബം. അച്ഛൻ കരിമ്പുഴയാണ് അച്ഛൻ്റെ വീട്. അപ്പോൾ പുതുവളാശൻ്റെ അവരൊക്കെ ബന്ധുക്കളുമാണ്. അപ്പോൾ എന്തായാലും നല്ല പിന്നെ ഒരു അടുപ്പുണ്ട്. അങ്ങനെ ആ കൊല്ലത്തിൽ അവിടെ കലാമണ്ഡലത്തിൽ ചെന്ന് ഇൻ്റർവ്യൂവിന് ചെന്ന് 30 പേരുണ്ടായിരുന്നു അന്ന് ചെണ്ടയ്ക്ക്. അങ്ങനെ അവിടെ കലാമണ്ഡലത്തിൽ ചേർന്നു. ഇപ്പം എൻ്റെ ബാക്കി കാര്യമൊക്കെ അച്ചുണ്ണി പൊളാശാനും പുതുവളാശാനും ബാക്കി അച്ചുണ്ണി പൊതുവളാശാൻ്റെ കളരിയിലാണ് ഞാൻ. കൃഷ്ണൻകുട്ടി പൊതുവളാശാൻ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്നു. മൂപ്പര് പിന്നെ വിസിറ്റിംഗ് പ്രൊഫസറോ അങ്ങനെ എന്തായാലും അച്ചുണ്ണി പൊളാശാനാണ് എന്നും കാണുന്നത്. മണ്ണാടിശം വേറെന്തോ ഒരു യാത്രയൊക്കെ ആയിട്ട് അത്ര അധികം ഉണ്ടായിരുന്നില്ല. അധികം അച്ചുണ്ണി പൊളാശാനാ. പിന്നെ ഈ വക കാര്യങ്ങളൊക്കെ അറിയാം. ഈ
ക്ഷേത്ര അടിയന്തരങ്ങളും ശിവലി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തായമ്പിക അരങ്ങേറ്റം കഴിഞ്ഞിട്ടാണ് ഞാൻ കലാമണ്ഡലത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ 30 കുട്ടികളെ എടുത്താലും ഇവർക്കൊക്കെ വട്ടം പിടിക്കാനും ഞാനുണ്ടാവുക. സാധാരണ ചെയ്യുക, കാരണം മറ്റവർക്കൊക്കെ അഴി വരണ്ടല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൂടിയാട്ടം ഈ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നും ഓരോരോ സ്ഥലത്തും ഉണ്ടാവും. അപ്പോൾ ആശാനത് അറിയാം, ഇവിടെ പനമണ്ണ അമ്പലത്തിൽ ഇടയ്ക്കയിലാണ് പൂജ. അതൊക്കെ കാരണം കുറേ കാലം ഈ മേഖലയൊക്കെ ഉണ്ടാവുകൊണ്ട് അച്ഛനെയും ഒക്കെ നീ ഇടയ്ക്ക് ഓട്ടാറില്ലേ ചോദിച്ചു. അപ്പോൾ ഞാൻ അവയ്ക്ക് ഈ എന്താ സംഗതി അറിയില്ല, ഞാൻ ഇടയ്ക്ക് ഓട്ടാറുണ്ട്. അങ്ങനെ അപ്പോൾ നോക്കുമ്പോൾ നമ്പ്യാരാശാൻ ഒക്കെ നാട്ടിലുള്ളതല്ലേ, കൂടിയാട്ടത്തിനാ. ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ ഈ സാധനം. എനിക്കാകെപ്പാടെ ഈ പറച്ചിലും ഇതൊക്കെ പാടെ കേട്ടപ്പോൾ അത്ര. അപ്പോൾ ഇതാണെങ്കിൽ തുടങ്ങിയാൽ കഴിയണമില്ല, ഇത് എവിടെ ഇവിടെ. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇങ്ങനെ ആക്കുമ്പോൾ കൊട്ട് നിർത്തണം, അതിൻ്റെ ചടങ്ങൊക്കെ പറഞ്ഞു തന്നു. ശ്ലോകത്തിന് വേണ്ടി അത് ആ നേരത്തൊക്കെ ഞാൻ കൊട്ടിയായിരുന്നു. പിന്നെ മൂപ്പരതൊക്കെ പറഞ്ഞു തന്നു, അത് നിർത്താറ്. ഇത് പിന്നെ ഇത് വരേണ്ടത് നോക്കും പണി, ഇത് എവിടെന്നാ ഇതിങ്ങനെ നിർത്താൻ വേണ്ടിയിട്ട് വരുമെന്ന് മാത്രമായി. അങ്ങനെ കൂടിയാട്ടത്തിൻ്റെ ഇടയ്ക്കാരനായി. ഇടയ്ക്കൊക്കെ ഓർക്കുക, ബാക്കിയുള്ളവർക്കൊന്നും. അത് ഈ അമ്പലത്തിലത്തെ ഒരു അടിയന്തരത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടിയത്. ആശാൻ അത് അറിയുകയും ചെയ്യും. പിന്നെ ആശാൻ കൂടെ വരും, ഞാൻ തന്നെ വരും. പിന്നെ കൂടിയാട്ടത്തിന് ഞാൻ പോകാൻ തുടങ്ങി. അങ്ങനെ ആദ്യത്തെ കൊല്ലം പരീക്ഷയിൽ ഒരു സാഹിത്യത്തിൽ തോറ്റു. ചില എഴുത്തിൻ്റെ രീതി കൊണ്ടൊക്കെയാണ്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസം കൂടിയും അവിടെ തുടർന്നു. പിന്നെ എന്താ വെച്ചാൽ വീട്ടിൽ 7 പേരാണ്, 5 പേരും പെങ്ങന്മാരാണ്. അടിയന്തരങ്ങളാണെങ്കിൽ കണ്ടമാനം അടിയന്തരം. എനിക്ക് അകലൂർക്കാവ് മുതലൊക്കെ ചേർമ്പറ്റക്കാവ് വരെ ഒക്കെ ഞങ്ങളുടെ അടിയന്തര സ്ഥലങ്ങളായിരുന്നു. കുറേയൊക്കെ ഈ അമ്പലത്തിലേക്ക് ആളില്ലാണ്ട് ഇവിടെ ഒരാൾ വേണം. ഒരു വീട്ടിലൊരു 4-5 ആളുണ്ടെങ്കിലേ ഇതൊക്കെ നടക്കുള്ളൂ. അത് പറഞ്ഞാൽ കേൾക്കണവർ. അത് ഞാൻ മാത്രമേ ഉള്ളത്. എത്ര കഴിക്കും അതിങ്ങനെ കുറേ. പിന്നെ ഈ സൗകര്യങ്ങളൊന്നുമില്ലല്ലോ. ചെണ്ട ഇടയ്ക്ക് ഇതൊക്കെ ഏറ്റിയിട്ട് തന്നെ ബസ്സിനും അങ്ങനെ. എന്തായാലും അടിയന്തരങ്ങൾ അധികമായി. അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പുതുവാളാശാനെ വിളിച്ച് പോയി കണ്ടു പറയും. അപ്പോൾ അങ്ങനെ ആ സ്ഥലത്ത് ചെറിയൊരു തമാശയുണ്ട് ആ സമയത്ത്. ഇപ്പോൾ ആരാ ഇവിടുത്തെ വിസിറ്റിംഗ് പ്രൊഫസറോ ചോദിച്ചു. ഞാനും 3 ദിവസം ഉണ്ടാവുള്ളൂ. അതൊരു മൂപ്പര് വെറുതെ, കാരണം എപ്പോഴും ലീവാണ്. അതെ. അങ്ങനെ കലാമണ്ഡലത്തിൽ നിന്ന് ആ പഠിപ്പ് അവിടെ നിർത്തി. കലാമണ്ഡലത്തിലപ്പോ 2 കൊല്ലത്തോളം കഷ്ടിയുള്ളൂ. ഒരു 1.5 കൊല്ലം, ഒരു കൊല്ലം മുഴുവനും, പിന്നെ ഒരു 4-5 മാസം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞ കാര്യം, കലാമണ്ഡലത്തിൽ വാദ്യവിദ്യാർത്ഥിയായി ചേർന്നതും അത് 2 വർഷക്കാലം മുന്നോട്ട് പോയതും പിന്നീടത് അവസാനിച്ചതുമായിട്ടുള്ള കാര്യമാണ്. നമുക്കൊരല്പം കൂടിയും പിറകോട്ട് പോയാൽ പനമണ്ണ അപ്പു പൊതുവാൾ പിതാവാണ്. അദ്ദേഹമാവട്ടെ വാദ്യപാരമ്പര്യമുള്ള ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ട ചുമതലകളൊക്കെ നിർവഹിക്കുന്ന ഒരു പാരമ്പര്യ സ്വഭാവത്തിലുള്ള വാദ്യമേഖലയിലൊരു കുടുംബമാണല്ലോ. സ്വാഭാവികമായിട്ടും അച്ഛൻ്റെ കുടുംബത്തിൽ വാദ്യക്കാരായ ആളുകൾ ഉണ്ടായിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് കൂടി ഒന്ന് വിശദമായി പറഞ്ഞാൽ നന്നായിരുന്നു. അച്ഛൻ്റെ കുടുംബത്തിലാണ് ഏറ്റവും കൂടുതൽ വാദ്യത്തിൻ്റെ എല്ലാ മേഖലയിലുള്ളവർ. അമ്മയുടെ കുടുംബത്തിൽ അങ്ങനെയല്ലേ. അച്ഛൻ്റെ കുടുംബത്തിൽ അച്ഛൻ കരിമ്പുഴ വടക്കേടത്തെയാണ്. അച്ഛൻ്റെ നമ്മുടെ ഗോപി പൊതുവാളുടെ, അതെ, ഈ അച്ഛൻ്റെ അനിയന്മാരാണ് ഗോപി പൊതുവാൾ, രാമ പൊതുവാൾ, ഒരു പൊതുവാൾ മാഷുണ്ട്, ഉണിക്കണ്ട പൊതുവാൾ, അങ്ങനെയുള്ള 4-5 പേര്. പിന്നെ അതല്ലാണ്ട് അച്ഛനേക്കാൾ ഉയർന്നൊരു ഉണ്ണിമാമ, വടക്കേടത്ത് കൃഷ്ണ പൊതുവാൾ എന്നാണ് പറയുക. അത് അച്ഛൻ്റെ മൂത്താളാണ്, അച്ഛനേക്കാൾ മൂത്താളാണ്. ഞങ്ങൾക്ക് ഈ ജയാബലിയുടെ കാര്യങ്ങളൊക്കെ അന്ന് നിവർത്തിക്കേണ്ടത്. അദ്ദേഹം ചെണ്ടവാദനത്തിൻ്റെ ആളായിരുന്നു. അദ്ദേഹം ചെണ്ട, എടയ്ക്ക, അയാൾ സമസ്ത മേഖലയിലുള്ള ആളാണ്. ജ്യോതിഷം, നമ്മുടെ പുതുവാളാശാൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും കൂടിയാണ്. ഉണ്ണിമാമ എന്നാണ് പറയുക. മൃദംഗം, ചെണ്ട, ഇടയ്ക്ക, അങ്ങനെയൊക്കെയുള്ള സകല മേഖലകളിലും ഉള്ള ഒരാളാണ്. പിന്നെ കരിമ്പുഴ ഗോപി പുതുവാൾ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ആ മേഖലയിൽ സ്വന്തം വ്യക്തിത്വങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുള്ള ആൾക്കാരായിരുന്നു. അവരെല്ലാം ഈ കൊട്ട്, അന്നെന്താ വെച്ചാൽ ചെണ്ട മാത്രം പോരാ,
ചണ്ടിയും തിമരിയും അമ്പലത്തിലത്തെ A to Z വരെ അവിടെ ശങ്കുളി മുതൽക്ക് രാത്രിയിലത്തെ തൃപ്പകയോ അത്താഴം അതൊക്കെ കഴിയുന്നവരെയുള്ള ചടങ്ങുകൾ കുറച്ചും കൂടിയും ഇന്നത്തേക്കാൾ കുറച്ച് കണിശായിട്ടും കുറച്ചും കൂടിയും ഗൗരവത്തോടു കൂടിയിട്ട് നടന്നിരുന്നൊരു കാലം. ഒന്നാമത് അധികം ആളുകളൊന്നും ഈ രംഗത്തേക്ക് വന്നിരുന്നില്ലല്ലോ. നമ്മുടെ ഈ സമുദായത്തിൽ നിന്ന് തന്നെ അങ്ങനെ ആൾക്കാരൊന്നും ആ കാലഘട്ടത്തിൽ ഇത് പഠിക്കാനോ ഇത് പ്രവർത്തിക്കാനോ വന്നിരുന്നില്ല. മാത്രമല്ല ഒരു കുടുംബത്തിന് എന്ന നിലയിൽ ഇത് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടാവും. അത്രയേ ഉള്ളൂ. അത് ഇന്ന അടിയന്തരം ഇന്ന ആൾക്ക് ഇന്ന സ്ഥലത്തെ അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. കഴിഞ്ഞപ്പോൾ അവർ അങ്ങനെയൊക്കെയുള്ളൊരു സിസ്റ്റമാണ് ക്ഷേത്രത്തിൻ്റെയോട് ബന്ധപ്പെട്ടിട്ടുണ്ടാവുക. അമ്മയുടെ വീട്ടിൽ കൊട്ടുകാരും ഇല്ല. എന്നാൽ അവിടെ മാലക്കഴകവും അതെ കിള്ളികുറിശിമംഗലത്ത് എല്ലാവരും ഉണ്ട്. വാരരും ഷാരോടിയും നമ്പീശനും അനവധി ഇല്ലങ്ങളും. പക്ഷെ അവിടെ ഇതാണ്. ഇപ്പോൾ എൻ്റെ സംസ്കൃത സ്കൂളാണല്ലോ ലക്കിടിയിലുള്ളത്. സംസ്കൃതം ശങ്കരൻ ആ സ്കൂളിൽ അവിടെ എൻ്റെ പെങ്ങന്മാരടക്കം അവിടെ പഠിച്ചത്. ഞാനൊക്കെ ആയിട്ട് ഇങ്ങോട്ട് പോന്നിട്ടുള്ളൂ. ഒരു 3-4 വയസ്സിലാണ് പനമണ്ണയ്ക്ക് വരുന്നത്. ഞങ്ങളുടെ വല്യമ്മാവനാണ് പണ്ഡിതരാജൻ അച്യുത പുതുവാൾ എന്ന് പറയും. പിന്നെ കഥകളിയിൽ വളരെ പ്രസിദ്ധനായിട്ടുള്ള കോപ്പാട്ടപ്പുണ്ണി പുതുവാൾ. ഈ പഴയ ഒരു മംഗളി കേളുകാർ അവരൊക്കെ അമ്മയുടെ പാരമ്പര്യത്തിലും ഒരു കലാപാരമ്പര്യം അതെ. ഈ അതോടൊപ്പം ഒരു സംസ്കൃതത്തിൻ്റെ അമ്മയുടെ അമ്മാമൻ വലിയ സംസ്കൃത പണ്ഡിത KK പുതുവാൾ എന്നൊക്കെ പറഞ്ഞ അങ്ങനെയൊക്കെ ആ മേഖലയായിരിക്കും. എന്നാൽ അമ്പലത്തിലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി പിന്നെ ഏറ്റവും ആ കാലത്തെ ഏറ്റവും വലിയ മേള പ്രമാണിയായിരുന്നു കോപ്പാട്ട രാഘവ പുതുവാൾ എന്ന് പറയും. അച്ഛൻ്റെ അച്ഛനാണ്. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അച്ഛൻ്റെ അമ്മേനെ കണ്ടൊരു ഓർമ്മ ഉണ്ടാക്കി. അത്രയേ ഉള്ളൂ. അത് പനമണ്ണയിൽ ആണ് അവസാനം. അത് കുട്ടിക്കാലത്തൊക്കെ നല്ല ഓർമ്മ ഉണ്ട്. അങ്ങനെയാണ് ഈ കുടുംബമായിട്ടുള്ളൊരു ഈ മേഖലയിലത്തെ ഒരു കുടുംബം എന്ന് പറയുമ്പോൾ സഹോദരങ്ങൾ, അവരെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ. ഞങ്ങൾ 7 പേരാണ് ഉള്ളത്. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ 7 പേരാണ്. അത് 5 പെണ്ണും 2 ആണുമാണ്. മൂത്തത് ആണാണ്. ഏട്ടനെ ഇതൊന്നും പഠിപ്പിച്ചില്ല. ഏട്ടൻ വിദ്യാഭ്യാസ മേഖലയിലേക്കാണ് പോയത്. പേര് വിജയ പുതുവാൾ എന്നാണ് പേര്. ഇന്നിപ്പോൾ ആയുർവേദ്യ ഫാർമസിയിലത്തെ ഈ വക കാര്യങ്ങളും ഈ തൊഴിലും ഇതൊക്കെ ചെയ്തിട്ട് തന്നെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അന്ന് ഒട്ടും പഠിപ്പിച്ചില്ല. ITയിലും മറ്റേ നല്ല ഉദ്യോഗവും എഞ്ചിനീയർ വരെ ആവുന്നുണ്ട്. അങ്ങനെ എന്തോ ഒരു അക്കാദമിക രംഗത്താണ്. അന്നെന്താ വെച്ചാൽ അങ്ങനെ അവരവർക്ക് തന്നെ ഉണ്ട്. ഈ ചിലപ്പോൾ ഇനിയിപ്പോൾ ഇവനെ ഈ ചണ്ടി ഈ ചാക്ക് അന്നൊക്കെ ചാക്കിലത് കൊണ്ടുവരക്കാം. ഈ ബാഗൊന്നുമല്ല, വെറും ചാക്കും. അത് വക്കടിച്ചാലൊക്കെ ചാക്കിൻ്റെ വക്കൊക്കെ അടിച്ച് ഗംഭീരമായി. അതില്ലാണ്ട് തന്നെ ആ ഒരു ചിരട കിട്ടിയിട്ട് അപ്പോൾ ഈ ചാക്കേറ്റി നടത്തേണ്ട വെച്ചിട്ട് പരമാവധി പഠിപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ട്. അത് ഇടയ്ക്ക് പറയും. ഞാനാണെങ്കിൽ നേരെ തിരിച്ചു വരുന്നത്. എനിക്കാണെങ്കിൽ കൊട്ടല്ലാണ്ട് അമ്പലം തല്ലാണ്ട് വേറെ സ്കൂളിൽ പറഞ്ഞാൽ ഭയങ്കര അലർജിയാണ്. ഈ സഹോദരിമാരിൽ മൂത്ത സഹോദരി കുറച്ച് സംസ്കൃത പാരമ്പര്യം, സംസ്കൃത ടീച്ചറായിരുന്നു. പിന്നെ എല്ലാവരും ആ സംസ്കൃത സ്കൂളിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. ഞാനും എൻ്റെ താഴെയുള്ള പെങ്ങളെയാണ് ഈ ലക്കിടിയിൽ പഠിക്കാത്തവരുള്ളൂ. മറ്റവരൊക്കെ ഒരുവിധം 4ാം ക്ലാസ് 5ാം ക്ലാസ്സൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് പനമണ്ണയ്ക്ക് പിന്നെ ഇതൊന്നും മാറിയിട്ടുള്ളൂ. പിന്നെ അവിടെയാണെങ്കിൽ ഒരു സംസ്കൃത ഗ്രാമം തന്നെയാണ്. ഒരു കലകളിലെ ശരി കൂടിയാട്ടവും മാണിമാധവ് ചാക്യാരൽ ഇങ്ങനെ എല്ലാ മേഖല അവിടെ ഒരു സംസ്കൃത അന്തരീക്ഷമാണ് സ്വതവേ. ഈ പ്രത്യേകിച്ച് ഞങ്ങളുടെയൊക്കെ തറവാടിൻ്റെ 4 പുറമുള്ളത് കോച്ചാമ്പുള്ളി അങ്ങനെയുള്ള എല്ലാ വീടുകളും ഈ ക്ഷേത്രവും ക്ഷേത്രകലയായിട്ടും ഈ കൂടിയാട്ടവും അതാണ് അവിടുത്തെ. അത് പ്രത്യേകിച്ച് ഈ മാണിമാധവ ചാക്യാരും ഒരു അദ്ദേഹത്തിൻ്റെ ഭാര്യ വീടാണ് ശരിക്കും അവിടെ. ഈ അല്ലാണ്ട് അവിടെ സ്വദേശമല്ല അല്ല, അദ്ദേഹത്തിൻ്റെ സ്വദേശം വേറെ. ഈ മാണി തറവാട് അവിടെയാണ് അത്. പക്ഷേ ഇദ്ദേഹമാണ് അവിടെ വന്നിട്ട് ഈ ആ കാലം അതിൻ്റെ മുന്നേ ഈ സംസ്കൃത പണ്ഡിതന്മാരുണ്ട്. കലക്കത്ത് പണ്ഡിതന്മാരുടെ ഗോവിന്ദൻ നമ്പ്യാരുണ്ട്, കലക്കത്ത് ഗോവിന്ദൻ നമ്പ്യാരുണ്ട്. ഈ പണ്ഡിതരാജ അച്ചുപുതാളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഫോട്ടോ കണ്ടിട്ടുണ്ട്. വല്യമാവനാണ്. ജ്യോതിഷത്തിൻ്റെയും പണ്ഡിതനായിരുന്നു തോന്നുന്നു അല്ലേ? അല്ല, ജ്യോതിഷത്തിൻ്റെ ഈ ഉണ്ണിമാമയായിരുന്നു. ഈ പണ്ഡിതരാജൻ അച്ചുപുതാൾ അമ്പാടി കോവിൽ തൃപ്പുറത്തറയാണ്. അവിടെ നിന്നാണ് പിന്നെ ആ ബന്ധവും കുട്ടികളും അതൊക്കെ ആയിട്ട്. അതിൽ 1-2 പേരൊക്കെ ഇപ്പോഴും ഇടയ്ക്ക് കാണാറൊക്കെ ഉണ്ട്.
അപ്പോൾ ചുരുക്കത്തിൽ ഈ കുടുംബം പുലർത്തി പോന്ന ഈ വാദ്യ പാരമ്പര്യം നിങ്ങൾ 7 പേരടങ്ങുന്ന പിന്നെ മക്കളുടെ തലമുറയിൽ ഏറ്റുവാങ്ങേണ്ട നിയോഗം കിട്ടിയത് ശശിക്കാണ്. അതെ അതെ, എനിക്കാണ്. എങ്ങനെയായിരുന്നു ബാല്യത്തിലെ ഈ അച്ഛൻ മാത്രമാണോ ബാല്യത്തിൽ ആശാനായി? ആദ്യം എന്നെ പഠിപ്പിച്ചത് അച്ഛനാണ്. ഈ അമ്പലത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇടയ്ക്ക എല്ലാ പൂജകളിലും ഇടയ്ക്കൊണ്ട് അത് കൊട്ടിയിട്ടുണ്ടായാലും അതിലൊരു സാധകമൊക്കെ വന്നിരുന്നു. ക്ഷേത്രാചാര ചടങ്ങുകളിലാണ് തുടക്കം. അങ്ങനെ അമ്പലത്തിൽ ഈ ആളില്ലാണ്ട് വരുമ്പോൾ അവിടെ ഒരാളെ പറഞ്ഞയക്കുക. പിന്നെ ഞാനത് അടിയന്തരക്കാരൻ്റെ തന്നെ. കാരണം അച്ഛനും കൊട്ടാൻ പോയിട്ടില്ല, അച്ഛൻ ഇവിടെ വന്നാൽ ഈ കാലഘട്ടത്തിലുള്ള ആൾക്കാർക്കൊക്കെ പറയാനുള്ളത് തന്നെ എനിക്ക് ഇതിലേക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ കൊട്ടാൻ പോയിട്ടില്ല വെച്ചാൽ വീട് ബുദ്ധിമുട്ടാവും. അപ്പോൾ അമ്പലത്തിൻ്റെ കാര്യം ഞാനത് നോക്കുക. അത് തിരുമേനിയോട് ഒന്ന് സ്കൂളിലേക്ക് പോകണം, നേരത്തെ പോകണം എന്നൊക്കെ പറഞ്ഞാൽ അധികം വഴുകല പതിവ്. ഇപ്പോൾ കൽപ്പിച്ച് കൂട്ടിയിട്ടാണോ അതല്ലാണ്ടാണോ എന്ന് വെച്ചില്ല. എന്തായാലും പിന്നെ പറയാണ്ടായി. അപ്പോൾ പിന്നെ കുറച്ച് നേരത്തേക്ക് പോകും. എന്നാലും ആദ്യത്തെ പീരീഡൊക്കെ എങ്ങനെയും ഈ ക്ഷേത്രാചാരത്തിൻ്റെ നീളം അനുസരിച്ച് സ്കൂളിൻ്റെ സമയം അത് പോവും. ക്ഷേത്രാചാരത്തിൻ്റെ പൊതുവെ ക്ഷേത്രാചാരങ്ങൾ പഠിച്ചെടുക്കുക എന്നുള്ളത് ഇപ്പോൾ വാദ്യമേഖലയിൽ പാരമ്പര്യമായിട്ടുള്ള ആളുകൾക്കും കുറച്ച് ക്ലിഷ്ടമായ ഒരു പദ്ധതിയാണല്ലോ. അപ്പോൾ എങ്ങനെയായിരുന്നു അന്നത്തെ അനുഭവമൊക്കെ ഈ ക്ഷേത്രാചാരങ്ങളുടെ പഠിപ്പ് കാലത്ത്? ശരിക്ക് ക്ഷേത്രാചാരങ്ങൾ അധികം ഈ ശിവേലി മറ്റേ ഉത്സവമായ ഇവരൊക്കെ ഉണ്ടാവും. അന്ന് ഈ മരം ഇല്ലെങ്കിൽ അതൊക്കെ ഒരു അത്രയും പക്വത വന്നിട്ടുള്ള ഒരാളെ ഇതൊക്കെ എടുക്കുള്ളൂ. എനിക്കത് ആ കാലത്തൊക്കെ ഈ ജയാബലിയൊക്കെ ഞാൻ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്, നല്ല ഓർമ്മ വെച്ചിട്ട് കണ്ടിട്ടുണ്ട്. ഇവരുടെ കൂടെ ഈ അച്ഛൻ, ഉണ്ണിമാമ, കരിമ്പുഴ കോഴിപ്പുതോള്, ഗോപിയേട്ടൻ, രാമേട്ടൻ, പഴയന്നൂർ പുണ്ണി, ഇവർ ഇങ്ങനെയൊക്കെയുള്ളൊരു വലിയ ശങ്കൊക്കെ തരാവുള്ളൂ. കാരണം അത് ബാക്കി അത്രയും ഇന്നത്തെ സ്ഥിതിയിലല്ല. അന്ന് നല്ല പക്വതയൊക്കെ അത് കാരണം ഇപ്പോൾ വിളക്കാചാരം എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. ആ വിളക്കാചാരത്തിന് അധികം ചേങ്ങലം മറ്റത്തൊക്കെ അവർ തന്നെ എടുക്കുക. അപ്പോൾ അങ്ങനെ ഈ കൂടെ നിന്നിട്ട് പഠിക്കലൊരു ഇതുണ്ട്. ജീവിതാനുഭവത്തിൽ ഇതിനോടൊപ്പം നിന്ന് അതിൻ്റെ പല അംശങ്ങളോടും അടുപ്പായി. ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഒരു കൾച്ചറും കൂടിയാണ്. അതൊന്നും ഇങ്ങനെ പഠിച്ചെടുക്കുക. നാം സംശയങ്ങളൊക്കെ വരുമ്പോൾ ചോദിച്ചാൽ അന്ന് പറഞ്ഞു തരാനും അതിങ്ങനെ അങ്ങനെയെന്നൊക്കെ പറഞ്ഞ് തരും. അധികം ഈ പ്രത്യേകമായിട്ടുള്ള പദ്ധതികൾക്കൊക്കെ ഈ പഠനം വേണ്ടു. മറ്റേതിപ്പോൾ മൂലപാണി ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ കൊട്ടി കേട്ടിട്ടും പഴക്കം വന്നിട്ടും അതിങ്ങനെ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് മൊത്തത്തിൽ ജീവിതത്തിൻ്റെ ഭാഗമായി അനൗപചാരികമായിട്ട്, എന്നാൽ അതിൻ്റെ സൂക്ഷ്മാംശങ്ങളിലൊക്കെ ശ്രദ്ധ പോകുന്ന തരത്തിലുള്ള ഒരു സ്വാഭാവിക വിദ്യാഭ്യാസം ഉണ്ടായത്. അത് ഈ ക്ഷേത്രം കൊണ്ട് അതുതന്നെയാണ് ഏറ്റവും കൂടുതൽ സമയം. ഇത് ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കുട്ടിക്കാലം ഉണ്ടായിരുന്നത്. ഈ അടിയന്തരങ്ങൾ അത് നടന്നിട്ട് പോയിട്ടുള്ളത് ഒരുമാതിരി. പിന്നെ ഈ പനമണ്ണ മലോർമക്കാവ് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ ഈ ശിവലി കഴിഞ്ഞിട്ടൊരു ഗേങ്ങ വരിക. പ്രതിഫലമൊക്കെ വളരെ കമ്മിയാണ്. അതാ ഈ 2 താഴി അരി വെള്ളരി, എൻ്റെ ഭാഷ അതാണ്. അതൊക്കെ കിട്ടും. അത് ഈ ചെണ്ടയൊക്കെ അതൊക്കെ ഒരു ഉത്സാഹമായിരുന്നു. ഇപ്പോൾ ഇത്രയും ദൂരമൊക്കെ നടന്നുണ്ടാക്കി ഇങ്ങനെ അതാ പഠനകാലത്തൊരു. പിന്നീട് സ്കൂൾ വിദ്യാഭ്യാസവുമായി പോയതിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ. അക്കാലത്തും തായമ്പകയിലേക്ക് തിരിഞ്ഞു തോന്നുന്നു. പിന്നീട് ഞാനൊരു വിശദാംശം എങ്ങനെയൊക്കെ? ഞാൻ SLC 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഈ പരിപാടികൾക്ക് അടിയന്തരങ്ങളാണ് ജാസ്തി. ഈ ചെനക്കത്തൂർ അവിടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കുറേ അടിയന്തരങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ പോണതിനനുസരിച്ച് ഇവിടെയൊക്കെ സ്കൂൾ കമ്മിയാവും. അങ്ങനെ ഉറക്കൊഴിച്ചിട്ടുണ്ടെങ്കിൽ പോവില്ല. അങ്ങനെയുള്ള ഈ പഠിക്കാൻ സ്വതവേ ഇഷ്ടമുണ്ടായിരുന്നില്ല. ഉത്സാഹം മുഴുവൻ കിടക്കുന്നത് ആ ആനയൊക്കെ എഴുന്നള്ളിച്ച് അവിടെ നിൽക്കല് ഉച്ചത്തത്. ആനപ്പോഴും വലിയൊരു കമ്പാണല്ലോ. അതുണ്ട്, ആനക്കമ്പൊക്കെ ഉണ്ട്. അത് അതിനോട് അത് കൃത്രിമമായിട്ടുള്ളതല്ല, ഒറിജിനൽ അതിനെ കാണുമ്പോഴത്തെ ഒരു അത് സ്കൂളിൽ ഈ പറഞ്ഞ അങ്ങനെ അനുഭവം എന്ന് പറയാനുള്ളത് ഏറ്റവും അധികം
ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ടും കയ്യിലിരിപ്പ് കുറേശ്ശെ വികൃതിയില്ല. കയ്യിലിരിപ്പ് എന്നൊക്കെ ഇപ്പോഴും പറയുള്ളൂ, പണ്ട് അതൊന്നുമില്ല. ആ ചങ്ങ വന്ന അപ്പോൾ ചില ടീച്ചർമാരൊക്കെ വന്ന അങ്ങനെ. പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഈ സ്കൂളിൽ നിന്ന് സ്റ്റേറ്റ് യുവജനോത്സവത്തിന് തായമ്പേക്ക് കിട്ടിയോട് കൂടിയിട്ട് എൻ്റെ വികൃതി എനിക്ക് തന്നെ നിർത്തേണ്ടി വന്നു. അതുവരെ അത്ര ഈ അധികം കംപ്ലൈൻറ്റ് തീർക്കാൻ വേണ്ടിയിട്ട് അസംബ്ലിയിലൊക്കെ വിളിച്ചു വരുത്തിയിട്ടുള്ളതാണ്. പിന്നെ അനുമോദിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ ഞാൻ ആകെ ഞെട്ടി. ഈ അംഗീകാര ആളുകളെ നേർവഴിക്ക് നടത്തുന്നു. ശരിക്കും ഞാനത് എനിക്ക് പിന്നെ വികൃതി അടിക്കാൻ പറ്റാറ്. പേപ്പറിലൊക്കെ ഫോട്ടോ വന്നിട്ടൊക്കെ ഞാൻ തന്നെ ഇപ്പം എന്ത് സംഭവിച്ചത്, ഞാൻ ദീപാരാധനോട്ടുമ്പോഴേ കൊട്ടിയിട്ടുള്ളത്. അല്ല, അതിനായിട്ടൊരു പ്രത്യേക ഒരു ഇതൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ അന്നത്തെ ജഡ്ജ്മെൻറ്റ് ആകെ 4 ആൾക്കാരേ ഉള്ളൂ. ഈ നമ്മുടെ പാലക്കാട് ജില്ലയും മലപ്പുറവും തൃശ്ശൂരൊക്കെ അന്ന് ഈ തായമ്പ മത്സരത്തിന്. മറ്റവർക്കൊന്നും ഇത് എപ്പോഴാണ് വരിക എന്നൊക്കെ ചോദിക്കേണ്ട കാലഘട്ടമായിരുന്നു തോന്നുന്നു. ഇന്നത്തെ മാതിരി ഇല്ല 14 ജില്ലയിലേക്ക് 26 തായമ്പയൊന്നും വന്നിരുന്നില്ല. ഇത് 10 അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു സംഭവമാണ് എൻ്റെ സ്കൂളിൽ കഴിഞ്ഞ്. പിന്നെ ഈ പഠിക്കാൻ വേണ്ടി സ്കൂൾ പഠനകാലത്ത് തന്നെ ഒന്ന് ചോദിച്ചോട്ടെ, സ്കൂൾ പഠനകാലത്ത് തന്നെ തായമ്പകയുടെ ഒരു അഭ്യാസം ആരംഭിച്ചിട്ടുണ്ടാവുമല്ലോ? ഉവ്വ്. ആ SLC ഒക്കെ പഠിക്കുമ്പോൾ ഇടയ്ക്ക് ഓരോ തായമ്പയ്ക്ക് പോവും. അത് കഴിഞ്ഞ് ഈ തായമ്പയ്ക്ക് മാത്രമായിട്ട് പോവില്ല, ഒരു തായമ്പകക്കാരനായിട്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും രാവിലെ മുഴുക്ക് ചിലപ്പോൾ ഉച്ചപൂജയും വൈകുന്നേരത്തെ എഴുന്നള്ളിപ്പ് അങ്ങനെ ഇതിൻ്റെ ഒരു ബേസ് ഉണ്ട്. അങ്ങനെ തായമ്പ് കഴിഞ്ഞാൽ പോരാൻ പറ്റില്ല. പിന്നെ അച്ഛൻ്റെ കീഴിൽ അതെ ബാലപാഠം മുഴുവൻ അച്ഛൻ്റെ കീഴിലും. അച്ഛൻ തന്നെ കുറച്ച് കൊണ്ടു നടന്നതൊക്കെ ഈ അച്ഛൻ അടിയന്തര സ്ഥലങ്ങളിലൊക്കെ അവൻ്റെ അങ്ങനെയൊക്കെയുള്ള തായമ്പോൾ അതൊക്കെ എല്ലാവരും അങ്ങനെ. ഇതിൻ്റെ ഒരു പൊതു കോഴ്സ് അങ്ങനെയാണ്. അങ്ങനെ കഴിഞ്ഞതാ. അത് കുട്ടി കൊണ്ട് വരുമ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തായമ്പേക്ക് പോയാൽ പിറ്റേ ദിവസത്തെ ക്ലാസ്സിന് പോകാൻ. അങ്ങനെ SLCക്കൊക്കെ പഠിക്കുമ്പോൾ SLC പരീക്ഷ ഒന്നും ഓർമ്മ ഉണ്ട്. കൊളത്തൂർ വയമ്പറ്റ താല്പര്യ കൊട്ട് കഴിഞ്ഞിട്ട് വന്നിട്ട് പരീക്ഷ എഴുതിയിട്ടുണ്ട് ഞാൻ. ഇത് കാരണം അധികവും ഈ ടിക്കറ്റല്ലേ വേണ്ടു, എഴുതുന്ന അത്ര വേണ്ടില്ല. അത് ഈ 10ാം ക്ലാസ് പൂർത്തിയായതിനു ശേഷം പിന്നീട് വാദ്യമേഖല പിന്നെയും പിന്നെ പഠിക്കാൻ എല്ലാ ദിക്കിലും ട്യൂട്ടോറിയലുണ്ട്. ഞാൻ പാലപ്പുറത്ത് പോയി ചേർന്നു, ലക്ഷ്മീനാരായണ കോളേജിൽ. അവിടെ പോയിട്ട് ഒന്ന് പഠിക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ആദ്യം കിട്ടിയതിനേക്കാളും കമ്മിയാവുകയും ചെയ്തു മാർക്ക്. അപ്പോൾ പുരോഗതി അതെ, എനിക്ക് എന്താ വെച്ചാൽ ഈ ഈ മേഖല കൊട്ടും പാട്ടും ഈ എന്തെങ്കിലും പൂരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാനാ നടത്തണം എന്നുള്ള മാതിരിയുള്ള ഉത്സാഹമൊക്കെ ആയിട്ടുള്ള സമയമാണ്. പിന്നെ അച്ഛനാണെങ്കിൽ നല്ല ശുണ്ടിയുള്ള ആളാണ്. ഒരു ചീത്തയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കഷ്ടി ഒരു 2 ഫർലോങ്ങൊക്കെ കേൾക്കും. അപ്പോൾ ഈ അങ്ങനെയുള്ള അപ്പോൾ പേടിച്ചിട്ട് എന്താ വെച്ചൊക്കെ ഈ കാണാത്ത നേരത്താണ് ബാക്കിയുള്ള എന്നാൽ അമ്പലവട്ടത്ത് ബാക്കിയുള്ള അന്ന് ഒരു നിലവാരമുള്ള വികൃതികളുണ്ടായിരുന്നു. എല്ലാവരും ഉണ്ടല്ലോ, നല്ലൊരു ഗേങ്ങാണ്. ഇന്നിപ്പോൾ അതൊക്കെ ഒരു മാറിയിട്ടുള്ളൂ. പിന്നീട് 10ാം ക്ലാസ്സിന് ശേഷമുള്ള വാദ്യ വിദ്യാഭ്യാസം എങ്ങനെയായിരുന്നു? 10ാം ക്ലാസ്സിൻ്റെ ശേഷം ഇതേമാതിരി ഒരു ദിവസം ഇങ്ങനെ ഈ പൂക്കാട്ടി രാമപുതുവാളും അച്ഛനൊക്കെ ആയിട്ട് വളരെ അടുപ്പാണ്. അപ്പോൾ രാമേട്ടൻ ഒരു കുട്ടീനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹായി വേണം. അപ്പോൾ അച്ഛനാണെങ്കിൽ ഇനി രാമപ്പോളൊന്നും ബാക്കി കാര്യമൊക്കെ ഒന്ന് നോക്കുക, ഇനി ഞാനാകുമ്പോൾ ഈ ശുണ്ടി എടുക്കാൻ തന്നെ നേരം ഉണ്ടാവുള്ളൂ. നല്ല ആളടുത്തേക്കാണ് പറഞ്ഞാച്ചന്നെ, അവിടെ തുടങ്ങണത് തന്നെ തമ്മിലാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്താണ് പിന്നെ എൻ്റെ ഈ ചമ്പക്കൂർ അങ്ങനെയൊക്കെയുള്ള അരങ്ങേറ്റം കഴിഞ്ഞിട്ടുള്ള ചില ഇതിനെ ഒന്ന് നേരെയാക്കലൊക്കെ ഉണ്ട്. അതെ സൂക്ഷ്മമായിട്ട്. ആ സമയത്ത് അത് മങ്കട ഒരു പുന്നപ്പുഴ മനയിൽ വെച്ചിട്ടാണ്. അവിടെ ഒരു കുട്ടീനെ പഠിപ്പിക്കാൻ രാമനാഥൻ എന്നാണ്. പിന്നെ താമസിച്ചുകൊണ്ട് ഒരു ഗുരുകുല രീതി. അതെ, ഇയാൾ സ്കൂളിലേക്ക് പോകും. പിന്നെ അയാളെ അങ്ങനെ അവിടെ തന്നെ അല്ലേ, അപ്പോൾ ചിലപ്പോൾ അടിയൊന്നും കൊടുക്കാൻ പറ്റാത്തത് അതും കൂടി ഇക്കാവും ചിലപ്പോൾ കിട്ടുക. അങ്ങനെയൊക്കെ അല്ല, അതൊന്നും അങ്ങനെ ഇപ്പതൊരു ഫലിതമായിട്ട് പറയണതേ ഉള്ളൂ. അന്ന് ഇങ്ങനത്തെ ഈ ഇതൊന്നും പറയാനൊന്നും അറിയൂല, അതുമില്ല. അപ്പോൾ പിന്നെ ഇല്ലത്തൊരു സ്വന്തം ആളായിട്ട് ഇങ്ങനെ അവിടെ ഒരു 6-7 മാസം ഇയാളുടെ അരങ്ങേറ്റം കഴിഞ്ഞപ്പോൾ എൻ്റെയും കഴിഞ്ഞു കൊടുത്തത്. പിന്നെ ഞാൻ പിന്നെ മൂപ്പരുടെ കൂടെ കുറച്ചിങ്ങനെ പിന്നെ കലാമണ്ഡലത്തിലേക്ക് കുറച്ച് കാലം. അതെ, അത് കഴിഞ്ഞിട്ട് അതെ ഈ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിന് ഫസ്റ്റ് കിട്ടിയപ്പോൾ അന്ന് സമ്മർ കോഴ്സ് ഉണ്ട് അന്നത്തെ സ്റ്റേറ്റിൽ കിട്ടിയവർക്ക്. അങ്ങനെ ഒരു മാസം കൊണ്ട് ഈ കഥകളിക്കൊന്ന് ഉത്തരാസ്വയംവരം ഉത്തരൻ്റെ ഭാഗം അതിന് കൊട്ടാൻ കൊട്ടു പഠിച്ച് അവിടെ എന്തെങ്കിലും ഒന്ന് അവതരിപ്പിക്കണം. അപ്പോൾ എന്നോട് എന്താ വേണ്ടത് വെച്ചപ്പോൾ ഈ ഇത് പറഞ്ഞെന്ത് എന്നാൽ തായമ്പ കൊട്ടിയാൽ മതി,
കളിക്കോട്ടായിക്കോട്ടെ പറഞ്ഞു. അപ്പോൾ പിന്നെ കളിക്കോട്ട്. അപ്പോൾ വിജയേട്ടനാണ് അന്ന് അവിടുത്തെ ഈ വിജയകൃഷ്ണൻ. അതെ, കലാമണ്ഡലം വിജയകൃഷ്ണൻ. അതെ, പുതുവളാശാൻ്റെ. അപ്പോൾ ഇതിങ്ങനെ ഒരു മാസം ഒരു രണ്ട് കലാശോ ശ്രീവേഷം വരെയുള്ള പദവറ്റേ ഉള്ളൂ. അങ്ങനെ അത് അവിടെ കൊട്ടി. പിന്നെ ഈ പഠിപ്പും കഴിഞ്ഞ് ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ കലാമണ്ഡലത്തിൽ. അപ്പോൾ അച്ഛന് ഭയങ്കര കളിക്കൂട്ടിനോട് ഭയങ്കര താല്പര്യം. എനിക്ക് വേണ്ടാന്നൊന്നുമില്ല, സ്വതവേ കുങ്ങപ്പുറത്തേക്ക് തന്നെയാണ് അധികം. അങ്ങനൊരു കാരണം ഈ കൾച്ചർ അങ്ങനെ കഥകളിയായിട്ടുള്ള നമ്മുടെ അവിടെ ഇല്ലെങ്കിൽ ഞാൻ ചെല്ലണ മേഖലയിലൊന്നും അങ്ങനെ അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടൊന്നും ഞാൻ ചെന്നിട്ടില്ല. അച്ഛനാണെങ്കിൽ ഇത് പഠിച്ച് വലിയ ഭയങ്കര കഥകളിക്കൂട്ടുകാരനാണ്. അപ്പോൾ പുതുവളാശാനായിട്ടുള്ള അടുപ്പവും, പുതുവളാശാൻ അച്ഛനേക്കാൾ കുറച്ച് താഴെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെ ഇതിങ്ങനെ, അപ്പോൾ അന്നത്തെ എന്തായാലും മൂപ്പര് അതിന് എന്നെയാണ് പാകപ്പെടുത്തിയിട്ട് ഇവിടെ കലാമണ്ഡലത്തിൽ ചെന്ന് കൂടുമ്പോൾ തന്നെ കിട്ടി. ആശാൻ്റെ കളരിയാണ്. 10-30 കുട്ടികളെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഈ അച്ഛനൊക്കെ ആയിട്ടുള്ള അടുപ്പം കാരണം എൻ്റെ കയ്യിൽ ഈ ബാക്കി ഇതൊക്കെ അറിയാം. അരങ്ങേറ്റം കഴിഞ്ഞിട്ട് വരുന്ന ആളാണ്. ശിവരി 3 നേരം കഴിച്ചിട്ട് പൂജ ഇതൊക്കെ ഉണ്ട്. എന്തായാലും അവിടെ എടുത്ത സമയത്ത് ഈ എടുത്ത കുട്ടികൾക്കൊന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ ഓരോരുത്തരെ തായം പൊട്ടിക്കാനും സാധകം കഴിഞ്ഞ് കഴിഞ്ഞാൽ തായം പൊട്ടൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് വട്ടം പിടിച്ചിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ 4 കൊല്ലമായിരുന്നു അല്ലേ? 4 കൊല്ലം കോഴ്സ്. ഞാൻ അത്ര ഉണ്ടായിട്ടില്ല, ഞാൻ വേഗം കഴിച്ചു. അത് ചെന്ന കൊല്ലത്തിൽ തന്നെ ഞാൻ അരങ്ങേറ്റം കഴിഞ്ഞു പോകുന്ന ആളാണ്. പിന്നെ അതൊന്നും കഴിയാത്തവരെയാണ് അവിടെ എടുത്തത്. അരങ്ങേറ്റം കഴിഞ്ഞവരാരും അന്നത്തെ സമയത്ത് എൻ്റെ അതിലുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കൂടിയാട്ടത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് കൂടിയാട്ടം പ്രചരിപ്പിക്കാനുള്ളൊരു സംഗതി വരുന്നത്. അപ്പോൾ അതിന് സ്ഥിരം ആശാനാണ് പോവാറ്, ഇടയ്ക്ക് വായിക്കാം. അതെ. അപ്പം ഇങ്ങനെ ഒരു ദിവസം ഈ ഇടയ്ക്ക് കൊട്ടില്ല ചോദിച്ചു. ഞാൻ ആദ്യമായിട്ട് ഈ സ്റ്റേജ് പറഞ്ഞ സംഗതിയിൽ ഇടയ്ക്കും കൊണ്ട് കയറുന്നതാണ്. അവയ്ക്കിത് എന്താ എവിടേക്കാന്താന്ന് അറിയില്ലല്ലോ. ഞാൻ കൊട്ടും. ഈ നല്ല ഈ പൂജ കൊട്ടിയിട്ടേ സാധകമുണ്ട്. കാരണം നമ്പൂരിയായിട്ട് തെറ്റിയത് തുറക്കില്ല. ഇത് തുറക്കുന്നവരെ കൊട്ടാണ്ടിരിക്കാനൊന്നും നിർത്തിയില്ല. അങ്ങനത്തെ തെറ്റാനുള്ള പണി എന്തായാലും ഞാൻ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഇതിലെന്തായാലും ഇത്. അപ്പോൾ ഈ മൂപ്പര് വൈകുന്നേരത്ത് പോകുമ്പോൾ പഴയ കലാമണ്ഡലത്തിലാണ്. ഇതൊക്കെ കാണുന്നതിന് എങ്ങനെ 4 പറഞ്ഞു. ഇതിനൊന്നും അറിയില്ല കൂടിയാട്ടൊന്നും. അങ്ങനെ കൊട്ടുക പറഞ്ഞിട്ട് തുടങ്ങി. വീട്ടിയതല്ലേ കൊട്ടി. ഇതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല. കൊട്ടുക ചെയ്തു. ഇടയ്ക്ക് ഓർക്കാനൊക്കെ അറിയാം. അപ്പോൾ പിന്നെ മൂപ്പര് കുറേശ്ശായിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഞാൻ ഈ ഇങ്ങനെ വിട്ടാൽ നിർത്തണം എന്നൊക്കെ. അതൊന്നും വിട്ടാൽ ഞാൻ നിർത്തിയിരുന്നില്ല. അത് ഈ ഇടയ്ക്ക പ്രയോഗത്തിൻ്റെ ഒരു സാധ്യത ഈ കൂടിയാട്ടം വേദി ഉണ്ടാക്കി തന്നിട്ടുണ്ടാവും. അതെ. അത് പിന്നെ അതിൻ്റെ ഒരു സ്പെഷ്യലൈസ് ചെയ്ത ആളെ പോലെ ഞാൻ ഈ കാരണം ചുന്നിപ്പളാശാൻ ഇവർ പ്രൈവറ്റായിട്ട് എന്നെ വിളിക്കാൻ തുടങ്ങി. ഈ വെങ്ങാലൂർ കൂടിയാട്ടം 41 ദിവസം എന്തുകൊണ്ട് ബാഗൊക്കെ തൂക്കിയിട്ട് പോവാമല്ലോ. ഇതിൻ്റെ നല്ല സാധകമുണ്ട്. പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ത്രിപുടയും അല്ല എന്താ അതിൻ്റെ ചിട്ടാന്നൊക്കെ പഠിഞ്ഞു. പിന്നെ കൂടിയാട്ടത്തിന് അങ്ങനെയാണ് ഞാൻ ആദ്യം കൂടിയാട്ട രംഗത്തേക്കാണ് വരുന്നത്. അതിൻ്റെ ശേഷമാണ് ഞാൻ ഈ പഞ്ചവാദ്യത്തിൻ്റെ രംഗത്തേക്കൊക്കെ വന്നിട്ടുള്ളൂ. അതന്നെ ഈ ആലിപ്പറമ്പ് കൃഷ്ണമാമ ഈ മൂപ്പരൊരു നല്ല എല്ലാ കാര്യങ്ങളും സംഘാടകനാണ്. വാദ്യത്തിൻ്റെ സംഘാടകനും ഓരോരുത്തരെ കണ്ടറിയാനുള്ള കഴിവും കുറച്ചധികമുള്ള ആളാണ്. അന്ന് എനിക്ക് ഇങ്ങനത്തെ ഈ ഭാഷയൊന്നും പറയാറില്ല. പക്ഷേ ഈ കൊട്ടിൻ്റെ ഇടയ്ക്ക് കൊട്ടിൻ്റെ കാര്യമൊക്കെ ഒക്കെ ഉത്സവകാലത്ത് എല്ലാവരും ഇവരൊക്കെ വരുമല്ലോ, അതൊക്കെ അറിയാം. ഇത് സാധകവും 1 ശിവരാമാമയവും 2 ഇടയ്ക്ക് വേണ്ടവർത്തുനിന്ന് അപ്പോൾ ആദ്യം നീ പറഞ്ഞത് അങ്ങനെ പഠിച്ച് അതിൻ്റെ ഇത് പഞ്ചവാദ്യത്തിനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ പഞ്ചവാദ്യത്തിൻ്റെ മേഖലയിലേക്കും വന്നതാ. ആവട്ടെ, ഈ കലാമണ്ഡലത്തിലെ വിദ്യാഭ്യാസം ഇടയ്ക്ക് വെച്ച് അവസാനിച്ചല്ലോ. പിന്നീട് അതെങ്ങനെയൊക്കെയാണ് തുടർന്നത്? പിന്നെ 2-3 കൊല്ലം ഞാൻ കുട്ടി കൊണ്ട് നടക്കും. വെച്ചാൽ ഈ ആലിപ്പറമ്പ് പുതുവളാശാൻ്റെയും ശിവരാമാമ എന്നാണ് ഞാൻ പറയുക. ഇതിലേക്കൊരു ഭാഷയിലേക്ക് ഇങ്ങനെ കേൾക്കാൻ വേണ്ടി പറയും. സ്വതവേ ശിവരാമാമ എന്നാണ് പറയുക. അപ്പോൾ ചില ആൾക്കാർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവില്ല. ആള് വ്യക്തമായിക്കോട്ടെ വെച്ചിട്ട് അങ്ങനെ പറയുകയാണ്. ഈ കൃഷ്ണമാവടിയും ശിവരാമാവടിയും കൂടെയാണ് ഞാൻ പിന്നീടുള്ള എൻ്റെ കൊട്ട് ഒരു 20 വയസ്സ് വരെ അല്ലേ? ഏകദേശം 18 ഒരു 20-21 വയസ്സായി വരെ ഞാൻ കോട്ടയ്ക്കിൽ പോകുന്നവരെ
ഇവരുടെ കൂടെയായിരുന്നു. പിന്നീട് തുടർന്നത് കോട്ടക്കിലാണ്. പിന്നെ അങ്ങനെ ഒരു 3-4 കൊല്ലം കഴിഞ്ഞപ്പോൾ കുട്ടന്മാരാശാൻ്റെ അവിടെ മൂപ്പർക്ക് ഒരു കൊട്ടും പഠിക്കണം, മൂപ്പർക്ക് ഒരാളെയും ആവശ്യമുണ്ട്.